بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചത്, മനുഷ്യ പ്രകൃതി പാപങ്ങളിൽ നിന്നും പാപചിന്തകളിൽ നിന്നും വിമുക്തമല്ല എന്നാണ്. നബിമാരിൽ വരെയും അത്തരം ചിന്തകളും എല്ലാം വന്നിട്ടുണ്ട്, തോബയും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ പാപം ചെയ്തില്ലെങ്കിൽ തന്നെയും ചെയ്യണമെന്നുള്ള ഹമ്മ് അയാൾക്കുണ്ടാവും. ഇനി ചില സമയങ്ങളിൽ അങ്ങനെ ഹമ്മില്ലെങ്കിൽ തന്നെയും വസ്വാസികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും മനസ്സിൽ. ഇനി ഇല്ലെങ്കിൽ മനുഷ്യൻ അശ്രദ്ധനായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് ഉണ്ടാകും. ഇതെല്ലാം ന്യൂനതകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ ന്യൂനതകളിൽ നിന്ന് ഒഴിവായി അസിലേക്ക് മടങ്ങലാണ് തൗബ എന്ന് പറഞ്ഞു വെച്ചു. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ, ലാ യഖ്ഫ, അവ്യക്തമായ കാര്യമല്ല, അന്നമാ യത്റഉ അലൽ ഖൽബി, ഖൽബിൽ വന്നുകൂടുന്ന കാര്യം, മിനൽ ഹുമൂമി വൽ ഖവാത്തിരി, ഹമ്മുകളാൽ ഒരു തെറ്റുകൾ ചെയ്യണമെന്നുള്ള ഉദ്ദേശം, ഖവാത്തിർ വിവിധ മോശമായ മ്ലേച്ഛമായ ചിന്തകൾ, ഇതെല്ലാം നഖ്സുൽ, ന്യൂനതയാണ് എന്ന കാര്യം വ്യക്തമാണ്, അവ്യക്തമല്ല, മറഞ്ഞതല്ല. വാനൽ കമാല ഫിൽ ഖുലുവി അൻഹു, യോഗ്യത എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം ഒഴിവാകലാണ് എന്ന വിഷയവും അവ്യക്തമല്ല. വാനൽ ഖുസൂറ അൻ മാരിഫത്തി കുൻഹി ജലാലില്ലാഹി, അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിൻ്റെ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കുന്നതിനെ തൊട്ട് വീഴ്ച വരുത്തുക, അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കുന്നതിനെ തൊട്ട് വീഴ്ച വരുത്തൽ നഖ്സുൻ, അത് ന്യൂനതയാണ് എന്ന വിഷയവും അവ്യക്തമല്ല. അന്നഹു കുല്ലമസ്ദാദത്തിൽ മാരിഫത്തു, മാരിഫത്ത് വർദ്ധിക്കുമ്പോഴെല്ലാം സാദൽ കമാൽ, യോഗ്യതയും വർദ്ധിക്കും, ഇതും അവ്യക്തമല്ല. വാനൽ ഇന്തിഖാല ഇലൽ കമാലി, കമാലിലേക്ക് നീങ്ങൽ, മിൻ അസ്ബാബിൻ നുഖ്സാനി, നുഖ്സാന്റെ സബബുകളേക്ക് വിട്ട് അതിൽ നിന്നും കമാലിയത്തിലേക്ക് നീങ്ങൽ, ന്യൂനതയുടെ കുറവുകളുടെ കാരണങ്ങളെല്ലാം വിട്ട് യോഗ്യതയിലേക്ക് നീങ്ങൽ, റുജൂഉൻ, അത് മടക്കമാണ്. റുജൂഉ തൗബത്തും, റുജൂഉ തൗബയാണ്. ഇതിലൊന്നും ഒരു സംശയമില്ല, അവ്യക്തതയുമില്ല. വലാക്കിൻ ഹാദിഹി ഫളായിലു, ഇതെല്ലാം ഫളായിലല്ലേ, ലാ ഫറായിദു, ഫർളുകളല്ലല്ലോ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളും തൗബ ചെയ്യാന്നുള്ളത് ഫർളല്ല, അത് ഫളായിലിൽപ്പെട്ടതാണ്. വഖദ് അത്ലഖത, താങ്കൾ നിരുപാധികമായി പറഞ്ഞു, അൽ ഖൗല ബി വുജൂബി തൗബത്തി ഫീ കുല്ലി ഹാലിൻ, എല്ലാ അവസ്ഥയിലും തൗബ നിർബന്ധമാണെന്ന് താങ്കൾ നിരുപാധികമായി പറഞ്ഞു. അങ്ങനെയല്ല, സ്വാഭാവികമാണ് തൗബയുടെ നിർബന്ധം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തൗബ ചെയ്യൽ നിർബന്ധം എന്ന് പറയാൻ പറ്റുമോ? തൗബത്തു അൻ ഹാദിഹിൽ ഉമൂരി, ഈ കാര്യങ്ങളെ കൊണ്ടുള്ള തൗബ ലൈസത്ത് ബിവാജിബത്തിൻ, അത് വാജിബല്ല. ഈ പറഞ്ഞ മനസ്സിൽ വരുന്ന ഹമ്മ്, വസ്വാസ്, അതിന് തൗബ ചെയ്യുന്നുള്ള വാജിബല്ല. ഇത് കാരണം ഇദ്റാക്കുൽ കമാലി, യോഗ്യതയെ എത്തിക്കുക എന്നുള്ളത് ഗൈറു വാജിബിൻ ഫി ശറഇ, ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുക എന്നുള്ളത് ശരീഅത്തിൽ വാജിബായതല്ല. അള്ളാഹുവിന്റെ വിധികളൊക്കെ അനുസരിച്ച് ജീവിക്കുക, ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുന്നവരുണ്ട്, അങ്ങനെ എത്തുക എന്നുള്ളത് വാജിബല്ല, എല്ലാവർക്കും വാജിബല്ല. അപ്പൊ ഫമൽ മുറാദ് ബി ഖൗലിക, താങ്കൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? തൗബത്തു വാജിബത്തുൻ ഫീ കുല്ലി ഹാലിൻ, ഈ പറഞ്ഞ എല്ലാ അവസ്ഥയിലും തൗബ വാജിബാണ് എന്ന ഖൗലിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഫഅലം, അപ്പോൾ നീ അറിയണം, അന്നഹു അത് സബക്ക, മുമ്പ് കഴിഞ്ഞുപോയി, അന്നൽ ഇൻസാന ലാ യഖ്ലു, മനുഷ്യൻ ഒഴിവാവുകയില്ല, ഫി മബ്ദഇ ഖിൽഖതിഹി, അവന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ, അവന്റെ പ്രകൃതിയുടെ ആരംഭത്തിൽ അവൻ ഒഴിവാവുകയില്ല, മിൻ ഇത്തിബാഉ ശഹവാതി, ശഹവത്തുകളെ പിൻപറ്റുന്നതിനെ തൊട്ട് ഒഴിവാവുകയില്ല. അസലിന് ഒട്ടും തന്നെ മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ ആ ശഹവത്തിനെ പിൻപറ്റും. വലൈസ മഅന തൗബത്തി, ഈ തൗബ എന്ന് പറയുന്നതിന്റെ ആശയമല്ല തർക്കുഹ, ഈ ശഹവത്തിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ഫഖദ്, അത് മാത്രമല്ല, ശഹവത്തിനെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം തൗബ വരത്തില്ല. ബൽ, മറിച്ച്
തമാമു തൗബത്തി തൗബയുടെ പൂർത്തീകരണം ബി തദാറുക്കി മാമല കഴിഞ്ഞു പോയതിനെ വീണ്ടെടുക്കൽ കൊണ്ടാണ്. കഴിഞ്ഞുപോയ പല തെറ്റുകളുമുണ്ട്, അതിനൊരു വീണ്ടെടുപ്പ് ഉണ്ടാവണം, അതിനൊരു പ്രതിക്രിയ ഉണ്ടാവണം, അപ്പോഴേ തൗബ പൂർത്തിയാവുള്ളൂ. അപ്പൊ കുല്ലു ഷഹുവത്തിൻ എല്ലാ ഓരോ ശരീരത്തിന്റെ ഇച്ഛയും അങ്ങനത്തെ ഇച്ഛ ഇത്തബഹൽ ഇൻസാനു മനുഷ്യൻ അതിനെ പിൻപറ്റി. മനുഷ്യൻ പിൻപറ്റുന്ന ശരീരത്തിന്റെ ഇച്ഛകൾ ഇർത്തഫഅമിന്ന ആ ശരീരച്ചകളിൽ നിന്നും ഉയർന്നു പൊങ്ങും ദുൽമത്തിന് ഇരുള് ഇലാ കൽബി അവന്റെ കൽബിലേക്ക്. മനുഷ്യൻ തെറ്റുകൾ ചെയ്ത് ശരീരച്ചയുടെ പിറകെ പോകുമ്പോൾ അതിൽ നിന്ന് ഒരു സൈസ് ഇരുള് അവന്റെ കൽബിലേക്ക് ഉയർന്നു വരും. കമായർത്തഫിഉ അൻ നഫസിൽ ഇൻസാനി മനുഷ്യൻ വിടുന്ന ശ്വാസത്തിനെ തൊട്ട് ഉയർന്നു വരുന്ന പോലെ ദുൽമത്തിന് ഒരു സൈസ് മൂടല്, അതാ ഇരുള്, ഇലാ വജിഹിൽ മിർആത്തി കണ്ണാടിയുടെ വജിഹിലേക്ക്. കണ്ണാടിയുടെ ദിശ കണ്ണ് കാണുന്ന മുഖം കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനാണ് വജിഹ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേക്ക് മനുഷ്യൻ ശ്വാസം വിടുകയാണെങ്കിൽ ആ ഭാഗം ഒന്ന് മൂടുമല്ലോ, അതാണ് ഇലാ വജിഹിൽ മിർആത്തി സഖീലത്തി നല്ല തെളിഞ്ഞ കണ്ണാടി. കണ്ണാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ചില്ല് കൊണ്ടുള്ള കണ്ണാടിയല്ല, മറിച്ച് യഥാർത്ഥ കണ്ണാടി എന്ന് പറഞ്ഞ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയും. ഇരുമ്പിനെ തേച്ച് 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 മിനുക്കി 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 മുഖം കാണുന്ന രൂപത്തിൽ മിനുസപ്പെടുത്തുക, അതാണ് യഥാർത്ഥ കണ്ണാടി എന്ന് പറയുന്നത്. ആ കണ്ണാടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലേക്ക് ഏത് കണ്ണാടിയാണെങ്കിലും ശ്വാസം വിടുകയാണെങ്കിൽ അതിൽ ആ കണ്ണാടിയുടെ മുൻഭാഗത്ത് അവിടെ മറയുണ്ടാവും, പിന്നെ മുഖം കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഈ പറഞ്ഞ ഇരുമ്പിനെ തേച്ച് മിനുക്കിയിട്ടുണ്ടാക്കുന്ന കണ്ണാടിയാണ്. അപ്പൊ ആ കണ്ണാടിയിൽ മനുഷ്യന്റെ ശ്വാസം കാരണമായി ഇരുള് വരുന്നത് പോലെ ഫഇൻ തറാക്കമത്തു ദുൽമത്തു ഷഹവാത്തി അപ്പൊ ഇച്ഛകളുടെ ഇരുള് തിങ്ങിക്കൂടിയാൽ മനുഷ്യന്റെ മനസ്സിൽ സ്വാറാതാകും റൈനൻ ഒരു കറയായിട്ട് മാറും. കമാ യസീറു ബുഖാറു നഫസി ഈ ശ്വാസം വിടുന്നതിന്റെ ബുഖാർ അതിന്റെ ആ ആവി ആകുന്നത് പോലെ ഫി വജിഹിൽ മിർആത്തി കണ്ണാടിയുടെ ആ മുഖം ഭാഗത്ത് അവിടെ എന്താ തറാക്കുമിഹി ഈ ശ്വാസം വിടൽ അത് തിങ്ങിക്കൂടുന്ന അവസരത്തിൽ ഹബസൻ അത് നികൃഷ്ടമായി മാറുന്നത് പോലെ ഈ ഇച്ഛകൾ ഇങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ കൽബില് ഒരു കറയുണ്ടാകും. ഉദാഹരണം കമാ കാലത്ത് ആല പടച്ചതമ്പുരാൻ പറഞ്ഞതുപോലെ കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല കാര്യം അങ്ങനെയൊന്നും അല്ല, ബൽ മറിച്ച് റാന അലാ ഖുലൂബി അവരുടെ കൽബുകളിൽ കറയുണ്ടാക്കി മാക്കാനു യക്സിബുൻ അവർ സമ്പാദിച്ചിരുന്ന കാര്യം, അവർ ദുന്യാവിലെല്ലാം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവരുടെ കൽബുകളിൽ കറയുണ്ടാക്കി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞാണ്. അപ്പൊ ഇതാ തറാക്കമർ റൈനു ഈ കറ ഇങ്ങനെ തിങ്ങിക്കൂടിയാൽ സ്വാറ തബഅൻ അതൊരു സീല് പോലെയാകും. അങ്ങനെ ഫയുത്ബഉ അലാ കൽബി അയാളുടെ കൽബിൽ സീൽ വെക്കപ്പെടും. കൽ ഖബസി അലാ വജിഹിൽ മിർആത്തി കണ്ണാടിയുടെ ഈ വജിഹിലുള്ള ഹബസ് പോലെ ഇതാ തറാക്കമ അതിങ്ങനെ തിങ്ങിക്കൂടിയാൽ വതാല സമാനു അതിന്റെ കാലഘട്ടം കുറെ നീണ്ടു ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജിർമിൽ ഹദീദി അത് ഇരുമ്പിന്റെ ആ ജിർമില് എന്താക്കും പറ്റിപ്പിടിക്കും. അഫ്സദു അതിനെ ഫസാദാക്കും, അവസാനം തുരുമ്പ് വരെയാകും കണ്ണാടി. സാറാതാകും ലാ അക്ബലു സഖല തെളിച്ചത്തിനെ സ്വീകരിക്കാത്ത അതിനെ തെളിക്കാൻ പറ്റില്ല, എത്ര തുളച്ചാലും തെളിയില്ല ബാദു അതിന് ശേഷം. സാറാതാകും കൽ മത്ബൂഇ മിനൽ ഖബദ് നികൃഷ്ടതയാൽ ശീല് വെക്കപ്പെട്ടതുപോലെ ആകും. വലാ യക്ഫി ഫി തദാറുക്കി ഇത്തിബാഉ ശഹവാത്തി അദ്ദേഹം പറയാണ് ഷഹവാത്തിനെ പിൻപറ്റുന്നതിനെ വീണ്ടെടുക്കുക, അതിലേക്ക് പോകാതെ അതിനെ വീണ്ടെടുത്ത് നന്മയിലേക്ക് വരിക, അതിന് മതിയാവുകയില്ല. തർക്കുഹ ഷഹവാത്തിനെ ഉപേക്ഷിക്കൽ ഫിൽ മുസ്തഖ്ബിൽ ഇനി ഷഹവാത്ത് വേണ്ട എന്ന് പറയൽ മാത്രം പോരാ. കാരണം ഇവിടെ കറ ഇരിക്കുകയാണ്, കറ കളയണമല്ലോ, വീണ്ടും കറ വരുന്നില്ലെന്നല്ലേ ഉള്ളൂ. പിന്നീട് ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ബല്ലാബുദ്ധ അത്യാവശ്യമാണ് മിൻ മഹബി തിൽക്കൽ അറിയാനി ആ കറകളൊക്കെ മായ്ച്ചു കളയൽ അത്യാവശ്യമാണ്. കൽബിൽ പിന്നെ സീലായിട്ട് പറ്റിപ്പിടിച്ച ആ കറയെ മായ്ച്ചു കളയൽ നിർബന്ധമാണ്. ഏതുപോലെ കമാലായക്ഫി ഫി ളുഹൂരി സുവരി സൂറത്തുകൾ വെളിവാകുന്നതിൽ മനുഷ്യന്റെ പ്രതിരൂപങ്ങൾ വെളിവാകുന്നതിൽ ഫിൽ മിർആത്തി കണ്ണാടിയിൽ മതിയാകാത്ത പോലെ ഖത്ഉൽ അൻഫാസി ഇനി ശ്വാസത്തിനെ ഉപേക്ഷിക്കൽ, ഇനി അതിലേക്ക് നോക്കി ശ്വാസം വിടുന്നില്ല. അപ്പൊ അങ്ങനെ ശ്വാസം വിടുമ്പോഴല്ലേ അതിലേക്ക് നീരാവി വന്നിട്ട് മറയുള്ളൂ, ഇനി വിടുന്നില്ല എന്ന് പറയുന്നത് മതിയാകാത്തത് പോലെ. ഖത്ഉൽ അൻഫാസി വൽ ബുഖാറാത്തിൽ
മുസവ്വിദത്തി വജിഹി, പിന്നെ കണ്ണാടിയുടെ വജിഹിനെ കറുപ്പിച്ച് കളയുന്ന പിന്നെ പുകപടലങ്ങൾ, പിന്നെ ആവികൾ, അതുപോലെ നെഫസ് ശ്വാസങ്ങൾ, അതിനെ മുറിക്കുന്നതിൽ പിന്നെ അതിനെ എന്ത് ചെയ്യുക, കണ്ണാടിയിലേക്ക് അത് വരുന്നതിനെ മുറിക്കുക, അതിനെ ഈ കണ്ണാടിയിലേക്ക് ശ്വാസം വിടാതിരിക്കുക. അത് മതിയാകാത്തത് പോലെ മുസ്തഖ്ബിലിൽ ഇനി ശ്വാസം വിടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മതിയാകാത്തത് പോലെ മാലം യസ്തഖിൽ ബിമഹ്വി മൻ തബഅ ഫിഹാ, മാലം യസ്തഖിൽ അയാൾ ജോലിയാകാതിരിക്കുവോളം ബിമഹ്വി ഒന്നിനെ മായ്ക്കൽ കൊണ്ട് എങ്ങനത്തെ ഒന്ന് ഇൻതബഅ അത് സ്ഥിരപ്പെട്ടു ഫിഹ ആ കണ്ണാടിയിൽ മിനൽ അറിയാനി കറകളാൽ അത് നീങ്ങാൻ വേണ്ടി പരിശ്രമിക്കാത്തിടത്തോളം കാലം ഇനി ശ്വാസം വിടുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് മതിയാകാത്തത് പോലെയാണ് ഇവിടെയും. അദ്ദേഹം പറയാണ് കൽബിലേക്ക് ഉയരുന്നത് പോലെ ദുൽമത്തുമിനൽ മഹാസി വശഹവാത്തി, പാപങ്ങളിൽ നിന്നും ശഹവത്തുകളിൽ നിന്നുള്ള ഇരുളുകൾ അതിലേക്ക് ഉയർന്നു പോകുന്നത് പോലെ ഫയർത്തഫിലൈഹി ആ കൽബിലേക്ക് ഉയർന്നു വരും. നൂറും മിന താഅത്തുകളുടെ നൂറും ഉയർന്നു വരും. പാപം ചെയ്യുമ്പോൾ അതിന്റെ ഇരുള് കൽബിലേക്ക് വരുന്നത് പോലെ മനുഷ്യനൊരു ഭാഗത്തോട് നന്മ ചെയ്യുമ്പോൾ അതിന്റെ പ്രകാശവും അവിടെ വരും. അപ്പൊ തർക്കി ഷഹവാത്തിനെ ഉപേക്ഷിക്കുന്നതിന്റെയും ആ പ്രകാശം അത് അവിടെ വരും. അപ്പൊ തന്മഹി മാഞ്ഞു പോകും. ദുൽമത്തുൽ മഅസിയത്ത് പാപത്തിന്റെ ഇരുള് ബിനൂരി താഅത്തി, താഅത്തിന്റെ പ്രകാശം കൊണ്ട് പാപത്തിന്റെ ഇരുള് എന്താകും, പിന്നെ മറഞ്ഞു പോകും, മാഞ്ഞു പോകും. ഇതിലേക്കാണ് അൽ ഇശാറത്തു ബി ഖൗലിഹി അലൈഹിസ്സലാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇശാറ. അവിടെ നിന്ന് എന്താ പറയുന്നത്? അത്ബിഉസ് സയ്യിഅത്തൽ ഹസനത, സയ്യത്തിനോട് നീ പിന്തുടർത്ത്, അൽ ഹസനത നന്മയെ പിന്തുടർത്ത്, തിന്മയോട് നന്മയെ നീ തുടർത്ത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. എങ്ങനത്തെ നന്മയാണ്? തംഹുഹ, അത് ആ തിന്മയെ മായ്ച്ചു കളയും. ഈ പറഞ്ഞതാണത്, അതിന്റെ ഉദാഹരണമായി പറഞ്ഞു. ഫൈദൻ അന്നേരത്ത് ലാ യസ്തഗ്രിൽ അബ്ദു, ഒരടിമ സ്വയാശ്രയനാവുകയില്ല, ഫി ഹാലിൻ മിൻ അഹ്വാ, അയാളുടെ ഒരവസ്ഥയിലും അൻ മഹ്വി ആസാരി സയ്യാത്തി, സയ്യാത്തുകളുടെ അസറുകളെ മായ്ക്കുന്നതിനെ തൊട്ട് അവൻ ഖനിയാവുകയില്ല, മായ്ച്ചു കളഞ്ഞേ പറ്റൂ. കൽബിൽ വന്ന ആ കറ മായ്ച്ചു കളഞ്ഞേ പറ്റൂ. അവൻ കൽബി, അവന്റെ കൽബിനെ തൊട്ട് എങ്ങനെയാ മായ്ച്ചു കളയുന്നത്? അത് ബി മുബാശറത്തി ഹസനാത്തിൻ, നന്മകളുമായി ബന്ധപ്പെടൽ കൊണ്ട്. എങ്ങനത്തെ നന്മകളാണ്? തുലാദു ആസാറു, അതിന്റെ അസറുകൾ എതിരാകും. ആസാറത്തിൽക്ക ചെയ്യാതെ ഈ തിന്മകളുടെ അസറുകളോട്, തിന്മകളുടെ അസറുകളോട് എതിരാണ് നന്മകളുടെ അസർ. അത് വരുമ്പോൾ അതുമായി ബന്ധപ്പെടുമ്പോൾ ഇത് മാഞ്ഞു പോകും. അതാ ഈ പറഞ്ഞ കൽബിന്, ഒരു കൽബിലാണ് ഹസല അവലൻ, ആദ്യം കരസ്ഥമായി സഫാ, അതിന്റെ സഫാ ആദ്യമ കൽബ് ശുദ്ധിയായിരുന്നു. ജിലാവ് അതിന്റെ തെളിച്ചവും കരസ്ഥമായി. സുമ്മ അതിലമ, പിന്നെ അത് ഇരുളറിഞ്ഞതാണ്. ബി അസ്ബാബിൻ ആരിലത്തിൽ, പുതുതായി വന്ന ചില കാരണങ്ങളുടെ പേരിൽ. അങ്ങനെയുള്ളതിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അമ്മ തസ്കീലുൽ അവലു, ആദ്യമേ തന്നെ ചൊവ്വാക്കുക എന്നുള്ളത്, തെളിക്കുക എന്നുള്ളത്, കണ്ണാടിയെ തെളിച്ചെടുക്കുന്നത് പോലെ, അത് ഫഫി അതിലുണ്ട്. അതിൽ യത്തൂലു സകലു, ഈ തെളിക്കൽ ദീർഘമാകും. എന്ന് പറഞ്ഞാൽ കണ്ണാടി, ഇരുമ്പിനെ കണ്ണാടിയാക്കണമെങ്കിൽ ഒരുപാട് സമയം അത് ഒരച്ചൊരച്ച് നേർമയാക്കേണ്ടതുണ്ട്. എന്നതുപോലെ തുടക്കത്തിലേ ഉള്ള തെളിച്ചം നേരത്തെ തെളിഞ്ഞതായിരുന്നു, ചെറിയൊരു കറ വന്നാലാണ് ഈ പെട്ടെന്ന് തെളിയുമെന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, മൊത്തമായി കറ പിടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോ തെളിക്കുന്ന യജ്ഞം ദീർഘിച്ചു പോകും. ഇത് കാരണം ലീസ ശുഗുലു സകലി, ഈ തെളിക്കുക എന്നുള്ള ജോലി അല്ല, ഫിസാരത്തി സദഇ, ഈ കറയെ നീക്കുന്നതിൽ, പിന്നെ അനൽ മിർ, അത് കണ്ണാടിയെ തൊട്ട് ആ കറയെ നീക്കുന്നതിൽ തെളിക്കുന്നതിന്റെ ജോലി അല്ല. കശുഗലി, അവൻ ജോലിയാകുന്ന പോലെ അല്ല. ഫി അമലി അസ്ലിൽ മിർആത്തി, അസൽ മിർആത്തിനെ ഉണ്ടാക്കുന്നതിൽ, അസൽ കണ്ണാടി ഉണ്ടാക്കുന്നതിലുള്ള ജോലി പോലെ അല്ല ഇത്. ഇത് താരതമ്യേന എളുപ്പമാണ്, അസൽ കണ്ണാടി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അഷ്ഗാലും ദീർഘമായ ജോലികളാണ്. ലാ തൻകത്തി അസ്ലൻ, അത് മുറിഞ്ഞു പോവുകയില്ല, ശരിക്കും തെളിച്ചെടുത്തു എന്നതുപോലെയാണ് മനുഷ്യന്റെ തിന്മയുടെ കാര്യം. അത് തുടക്കത്തിലേ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ തെളിച്ചെടുക്കൽ കുറെ പണിയാണ്. കുല്ലു താരിക്ക് പറഞ്ഞ എല്ലാം എറിഞ്ഞു കൊയില തൗബത്തി, തൗബയിലേക്ക് മടങ്ങും. ഈ പറഞ്ഞ എല്ലാം തൗബയിലേക്ക് മടങ്ങും. അമ്മ കൗലുക്ക്, അപ്പൊ നിന്റെ കൗല് ഇന്നാദാ ലാ യുസമ്മ വാജിബൻ, ഇതൊന്നും വാജിബെന്ന് പേര് പറയാൻ പറ്റില്ലല്ലോ. ബൽഹുവ ഫളുൻ വ തലബുൻ വ തലബു കമാലിൻ, ഇത് ഫളിലാണ്, കൂടുതൽ ജാഹിദിയായിട്ട് വരുന്ന ഒരു കാര്യമാണ്.
കമാലിയത്തിന്റെ തലബാണ്. കമാലിയത്തിന്റെ തലബ് വാജിബല്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് എന്ന കൗല്, ആ കൗലിനുള്ള മറുപടി അതിന് അദ്ദേഹം പറയുന്നു. ഇത് വാജിബല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി ഫാലം അന്നൽ വാജിബ്. വാജിബ് എന്ന് പറഞ്ഞാൽ ലഹു മാനിയാണ്. രണ്ട് മാനയുണ്ട് വാജിബിന്. അഹദും ആ രണ്ട് മാനയിൽ ഒന്ന് മായദ്ഖുലു ഫി ഫത്വ ശറഅ്, ശരീഅത്തിന്റെ ഫത്വയിൽ പ്രവേശിക്കുന്ന, ശരീഅത്ത് അതിനെ വാജിബാക്കി. വയസ്തരിക്കു ഫി, അതിൽ പങ്കാകും കാഫത്തുൽ ഖൽഖ്, മുഴുവൻ സൃഷ്ടികളും. അത് വാജിബ എന്നുള്ളതിൽ മുഴുവൻ സൃഷ്ടികളും പങ്കാകും. മനുഷ്യന്മാർക്കെല്ലാം അതുമായി ബന്ധമുണ്ട് ഈ വാജിബിൽ, ശരീഅത്ത് വാജിബാക്കുന്നതിൽ. വഹുവാദാൽ ഖദറുല്ലദി, ഒരളവാണ്, ലബിസ്തഗലബി, അതുമായി ജോലിയായാൽ കാഫത്തുൽ ഖൽഖി, മുഴുവൻ സൃഷ്ടികളും ജോലിയായാൽ, അപ്പൊ പിന്നെ ലം യഖ്റുബിൽ ആലമു, ലോകം പിന്നെ ഖറാബാവുകയില്ല. ഇപ്പറഞ്ഞ അള്ളാഹ് ഫർദാക്കിയതുമായിട്ട് എല്ലാവരും ജോലിയാകുകയാണെങ്കിൽ ലോകം പിന്നെ നശിക്കുക എന്നുള്ളതില്ല, താറുമാറാകുക എന്നുള്ളതില്ല. ഇനി ഫലവും കുല്ലിഫന്നാസു കുല്ലുഹും, മുഴുവൻ ആൾക്കാരോടും കൽപ്പിക്കപ്പെട്ടാൽ യത്തഖുല്ലാ ഹഖ്ഖ തുഖാത്തി, എങ്ങനെയാണ് തഖ്വ ചെയ്യേണ്ടത് അങ്ങനെ അള്ളാഹുവിന് തഖ്വ ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടാൽ, അപ്പൊ കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ തറക്കുൽ മഹായിഷ, അവർ ജീവിത സന്ധാരണ വഴികളെ ഉപേക്ഷിക്കുമായിരുന്നു. റഫദു ദുന്യാ ബിൽക്കുല്ലിയ, ദുന്യാവിനെ അവർ തട്ടിക്കളയുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പം? സുമ്മ യുഅദ്ദി ദാലിക, അത് കൊണ്ടെത്തിക്കും ലാ ബുത്ലാനി തഖ്വ ബിൽക്കുല്ലിയ, തഖ്വയുടെ ബാത്തിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞവൻ ഇബാദത്തിലേക്ക് പോയാൽ അവസാനം ജീവിക്കാൻ വഴിയില്ലാണ്ട് മറ്റേതിലേക്ക് തിരിയേണ്ടി വരുമ്പോൾ തഖ്വ വരാണ്ട് വരും. ഫൈനോ മഹ്മാ ഫസദത്തുൽ മഹായിഷു, ജീവിത വഴികൾ ഫസാദായാൽ ലം യതഫറഗ അഹദുൻ, ആരും അങ്ങനെ ഒഴിഞ്ഞിരിക്കത്തില്ല ലിത്തഖ്വ, തഖ്വയ്ക്ക് വേണ്ടി. ബൽ മറിച്ച് ശഗലൽ ഹയാക്കത്ത, അയാൾ ജോലിയാകും തുന്നലുമായി, നെയ്ത്ത്, വൽ ഹറാസത്ത, കൃഷി, വൽ ഖുബ്സ, റൊട്ടിയുടൽ, ഇതുമായിട്ടെല്ലാം ജോലിയാകും. യസ്തഗ്രിഖു ജമീഉൽ ഉംരി, ആയുസ് മുഴുവനും മുങ്ങിപ്പോകും. മിൻകുല്ലി വാഹിദ്, ഓരോരുത്തരുടെയും നിന്നുള്ള ആയുസ് മുഴുവൻ മുങ്ങിപ്പോകും. ഫീമാ യഹ്താജ്, അയാൾക്ക് ആവശ്യമാകുന്ന ഒന്നിൽ. അയാൾക്ക് ജീവിക്കാൻ വേണ്ടി മുങ്ങി അതിൽ തന്നെ പണി ചെയ്യും. അപ്പോൾ അവസാനം തഖ്വ ഉണ്ടാകത്തില്ല. അപ്പോൾ ജമീഉ ഹാദിഹി ദറജാത്തി, അപ്പൊ ഇപ്പറഞ്ഞ എല്ലാ ദറജകളും ലൈസത്തല്ല ബിവാജിബത്തിൽ ബിഹാദി, ഈ ഒറ്റബാറൻസ് എല്ലാവർക്കും അത് വാജിബല്ല. അള്ളാഹു നിർബന്ധമാക്കിയത് അത് അങ്ങനെ തന്നെ സമ്പൂർണമായി ചെയ്യുക എന്നുള്ളത് അത് എല്ലാവർക്കും നിർബന്ധമല്ല. ഇനി വാജിബിന്റെ രണ്ടാമതൊരു മാനമുണ്ട്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് എടുക്കാം. അതും കൂടി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ജവാബ് പൂർത്തിയാവുള്ളൂ.